അവൻ ചത്തോ ജീവിച്ചോന്ന് ആർക്കറിയാം. അവന്റെ മോൾ ഒന്നിനാത്രം പോന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വിഷമം നിങ്ങൾക്കാർക്കും പറഞ്ഞ മനസ്സിലാവില്ല. എല്ലാരും എന്റെ ബാപ്പയെ പറ്റി ചോദിക്കുക. ഞാൻ എന്താ പറയുക? എവിടെയാണ് എന്റെ ബാപ്പ? നീ എന്താ നേരത്തെ പോന്നോ? ഞാനൊരു സാധനം മറന്നു വെച്ചിരുന്നു. അതെടുക്കാൻ വന്നപ്പോഴാ ഷംനയ്ക്ക് അസുഖാണെന്ന് അറിഞ്ഞു. അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന്. എന്നാ ഞാൻ പോട്ടെ. നിന്നോട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞൊക്കെ പഠിച്ചിട്ടില്ല. ഇരിക്കവിടെ. നാളെ ആ കോട്ടക്കിലുള്ള ഒരു വലിയ കച്ചവടക്കാരനെ 2 ബംഗാളികൾ കൂടി കൊന്നു കളഞ്ഞു. ഒരു ചേട്ടനും അനിയനും കൂടിയിട്ട് അത്ര ചെയ്തത്. ഒന്ന് തെളിയിച്ച് പറയടോ. പൂനിലാവിനൊളി പോലെ വന്നൊരു പെണ്ണല്ലേ, ആ മുഖം ഞാൻ കണ്ടപ്പോൾ സ്വന്തമാക്കിയില്ലേ. ചാരത്ത് നീയണയും നേരത്ത് എൻ മനം. ഉമ്മാനും പെങ്ങളെയും തിരിച്ചറിയാത്ത ഹിമാറെ, കെട്ടിയൊഴിവാക്കി എന്റെ പെങ്ങളെ കെട്ടാൻ ആരെയും കിട്ടുമോ നോക്കടാ. എന്റെ അടുത്ത് വന്നാലേ കാലി കിടക്കുന്ന ചെരുപ്പിന്റെ പാടാ എന്റെ മുഖത്ത് വീഴൂ. നമ്മളെ ഈ അമ്പലത്തിന്റെ ചുറ്റുമതിൽ കെട്ടാൻ സഹായിക്കാന്ന് ആചാര്യ പറഞ്ഞിട്ടുണ്ട്. മോളെ, ആരാ നിന്നെ വേദനിപ്പിച്ച് പറ. ഒന്നും സംഭവിക്കില്ല. നിന്റെ പ്രായത്തിലൊരു മോളെ എനിക്കുണ്ട്. ഇപ്പൊ എന്തായി? വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. സൂക്ഷിച്ചു കൈകാര്യം പറഞ്ഞ ഇപ്പോൾ ദൈവാധീനം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഡോക്ടർ എന്താ പറഞ്ഞു ശങ്കരേട്ടാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്, ബഹളം വെക്കരുത്. നമ്മുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ അവന് കിട്ടണം. അതാരായിരുന്നാലും ശിക്ഷ കിട്ടണം. പാത്രം ചിതറി മലരിതളാകെ കൊഴിഞ്ഞു. മനുഷ്യ നീയൊരു ഇബിലീസാകും നിമിഷം, ഒരു നിമിഷം. സക്കീന, ആരാ? ഞാനാ, ശങ്കരേട്ടൻ. ആചാരെ, നിങ്ങൾ കുടുംബക്കാരൻ പറയാനുള്ള സമയമല്ലത്. അവനെ പിടിച്ചിട്ട് പുറത്തേക്കിടേ. നിയമം നിയമത്തിന്റെ വഴി നോക്കൂ. നാട്ടുകാരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ചെയ്യണം.